നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിഷു വരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ്. ഈ വരുന്ന ആഴ്ച ജ്യോതിഷ ദൃഷ്ടിയിൽ ചില നക്ഷത്ര ജാതകർക്ക് അല്പം സൂക്ഷ്മമായ ശ്രദ്ധ ആവശ്യമുള്ള ദിവസങ്ങളാണ്. ഇത് ഭയപ്പെടാനല്ല, ഒരുങ്ങാനാണ്. ഓരോ കടലിനും ഒരു കരയുണ്ട്. ഈ ഒരാഴ്ചയും കടക്കുക തന്നെ ചെയ്യും. വിഷുവിൻ്റെ ഐശ്വര്യം നമ്മളോടൊപ്പം ഉണ്ടാകുക തന്നെ ചെയ്യും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ 8 നക്ഷത്ര ജാതകർ ഈ ആഴ്ച അല്പം ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. എന്ത് ചെയ്യണം, എന്ത് ഒഴിവാക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരി അമ്മയ്ക്ക് നാളെ വെള്ളിയാഴ്ചയാണ്, പ്രത്യേക പൂജയുണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഓരോ നക്ഷത്ര ജാതകർക്കും ഓരോ സൗഭാഗ്യങ്ങൾ വരുന്നത് ഒരു പ്രത്യേക സമയത്തായിരിക്കും. ഇവിടെ ഈ നക്ഷത്ര ജാതകർക്കും സൗഭാഗ്യ സമ്പന്നതയുണ്ട്. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ കൊയ്യാൻ കഴിയും. പക്ഷേ അല്പം കരുതലോടെ ഈ ഒരു 8 ദിവസക്കാലം നിങ്ങൾ കരുതലോടെ ഇരിക്കുക. ഓരോ വർഷവും വിഷുവിന് തൊട്ടു മുൻപുള്ള ആഴ്ച, അതായത് മേടം 1 സൂര്യസംക്രമ പൂർവ്വദിനങ്ങൾ, ഈ ഗ്രഹസ്ഥാന മാറ്റങ്ങൾ കൊണ്ട് സൂക്ഷ്മതയാർന്ന സമയമാണ്. ചന്ദ്രൻ, ശനി, രാഹു, കേതുക്കൾ ഇവ ചേർന്ന് ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചെറിയ തടസ്സങ്ങളും ഉത്കണ്ഠകളും ഉണ്ടാക്കാം. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊന്നും ശാശ്വതമല്ല. വിഷു കഴിഞ്ഞാൽ പുതിയൊരു ഊർജം കൂടെ വരും. ആ ഒരു ഊർജം നമ്മളെ നയിക്കുക തന്നെ ചെയ്യും. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ സർവ്വ തടസ്സങ്ങളും മാറിക്കിട്ടും. ഞാൻ പറഞ്ഞുവല്ലോ, വരുന്ന 8 ദിവസക്കാലം ഈ 8 നക്ഷത്ര ജാതകർക്ക് അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്ന്. അപ്പോൾ അതിനൊരു പരിഹാരമുണ്ട്. പരിഹാരം ഇതാണ്: ശിവക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ഭസ്മം അല്ലെങ്കിൽ കൂവളയില, ഇവ നമ്മുടെ പേഴ്സിലോ അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെയോ കരുതുക. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുക, ശിവക്ഷേത്ര ദർശനം. ഞാനീ പറയുന്ന കാര്യം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈശ്വരനോടൊപ്പം ഉണ്ടെന്ന ബോധം അതുതന്നെയാണ് ഏറ്റവും വലിയ രക്ഷയും. ഏതൊക്കെ നക്ഷത്ര ജാതകരാണ് കരുതിയിരിക്കേണ്ടത്, അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ശിവക്ഷേത്രം ദർശിക്കുക. ഭസ്മം ലഭിച്ചാൽ ബാഗിലോ പേഴ്സിലോ കരുതുക. കൂവളയില ലഭ്യമെങ്കിൽ കൈവശം വയ്ക്കുക. ഇതൊരു ശക്തമായ ആത്മധൈര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈശ്വരൻ കൂടെയുണ്ട് എന്ന ഒരു ഉറപ്പ്. അങ്ങനെ ഇത് വയ്ക്കുകയാണ് എങ്കിൽ ഒരു ദോഷവും നമ്മളെ ബാധിക്കില്ല. ഏതൊക്കെ നക്ഷത്ര ജാതകരാണ് കരുതിയിരിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. ഈ ആഴ്ച അശ്വതി നക്ഷത്ര ജാതകർക്ക് ഊർജം അല്പം കുറഞ്ഞ ഒരു സമയമാണ്. പുതിയ ബിസിനസ് തീരുമാനങ്ങൾ, നിക്ഷേപങ്ങൾ, ലോൺ എടുക്കൽ ഇവ ഒഴിവാക്കുക. അനാവശ്യ സാഹസകൃത്യങ്ങൾ, ഇരുചക്ര വാഹന ഓട്ടം, ഉയരത്തിൽ ജോലി ചെയ്യൽ ഇവയൊക്കെ ഒഴിവാക്കുക. ഈ ആഴ്ച ഒതുങ്ങി ജ്ഞാനമായി ഇരിക്കുക. ഈ ആഴ്ചയിൽ ഒരു ദിവസം ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം നടത്തുക. തീർച്ചയായും ഈ വിഷു ഒരു നല്ല കാലത്തിലേക്ക് നിങ്ങളെ നയിക്കും. അപ്പോൾ ഈ ഒരു 8 ദിവസക്കാലം അല്പം ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട കാര്യം തന്നെയാണ്. രണ്ടാമത്തെ നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്ര ജാതകരും അല്പം ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്.
ഈ സമയത്ത് പുതിയ കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ഈ ആഴ്ചയിൽ മനസ്സിന് അല്പം ഭാരമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് തോന്നാം. ജോലിസ്ഥലത്ത് ചെറിയ തടസ്സങ്ങൾ, ആശയ വ്യത്യാസങ്ങൾ ഇവയുണ്ടാകാം. ക്ഷമ കൈവിടരുത്. ഏതൊരു തർക്കവും ഒഴിവാക്കുക. വിഷു കഴിഞ്ഞാൽ തീർച്ചയായും തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ശക്തമായ ഒരു ഗ്രഹ അനുകൂലം ആരംഭിക്കും. ക്ഷമ വേണം. ആ നേരം വരാൻ അധികം താമസമില്ല. പരിഹാരമായി ദേവീക്ഷേത്ര ദർശനം നടത്തുക. ഭഗവതി ക്ഷേത്രത്തിൽ ഒരു ദിവസം പ്രാർത്ഥിക്കുക. തീർച്ചയായും വലിയൊരു മാറ്റം ജീവിതത്തിൽ വന്നു ചേരും, ഉറപ്പാണ്. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർ ഈ ആഴ്ചയിൽ വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. ദ്രുതഗതി വേണ്ട. ദൂരയാത്ര ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കുക. രാത്രി ഡ്രൈവിംഗ്, അതുപോലെ തന്നെ കൂടുതൽ ജാഗ്രത ആവശ്യമുള്ള സമയമാണ്. ചെറിയ ചടുലത കൊണ്ട് വലിയ അപകടം ഒഴിവാക്കാൻ കഴിയും. പരിഹാരമായി ഈ കാര്യം ചെയ്യുക. ഒരു ദിവസം ഗണേശ ക്ഷേത്രത്തിൽ 3 പ്രദക്ഷിണം നടത്തുക. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. ദൃഷ്ടിദോഷം, കണ്ണീർ ബാധിക്കാൻ ഇടയുള്ള ദിനങ്ങളാണ്. ഈ ആഴ്ചയിൽ ഒരു നേട്ടമുണ്ടെങ്കിൽ അത് ആഘോഷിക്കുന്നത് ഒഴിവാക്കുക. പ്രദർശനം കുറയ്ക്കുക. ശാന്തത പാലിക്കുക. ഭസ്മം ധരിക്കുന്നത്, നെറ്റിയിൽ ചന്ദനം ഇടുന്നത്, ഇവ ദൃഷ്ടിദോഷ നിർമ്മാർജ്ജനം ചെയ്യും. ശിവഭജനം നടത്തുക. ഓം നമഃ ശിവായ എന്ന മന്ത്രം 108 തവണ ചൊല്ലുക. അതൊക്കെ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കുമൊക്കെ കാരണമാകും. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ഈ ആഴ്ചയിൽ ധനകാര്യ സൂക്ഷ്മത ഏറ്റവും ആവശ്യമുള്ള സമയമാണ്. തിടുക്കത്തിൽ ഒരു ബിസിനസ് ഡീൽ ഒപ്പിടരുത്. പണം കടം കൊടുക്കൽ, ഉറപ്പില്ലാത്ത നിക്ഷേപം ഒഴിവാക്കുക. ഈ ആഴ്ചയിൽ ഒരു ചെറിയ ഒഴുക്കുണ്ടെങ്കിൽ ക്ഷമ കൊണ്ട് അത് ഒഴിവാക്കാൻ സാധിക്കും. ലക്ഷ്മി ദേവി ക്ഷേത്ര ദർശനം നടത്തുക. ശ്രീ മഹാലക്ഷ്മി നാമജപം നടത്തുക. അതൊക്കെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളെയും മാറ്റി നിങ്ങളെ മുന്നോട്ട് നയിക്കും. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ മനസ്സ് ശാന്തമാക്കാൻ ഈ ആഴ്ചയിൽ ബോധപൂർവ ശ്രമം ആവശ്യമാണ്. ഉറക്കം ശ്രദ്ധിക്കുക. ഉറക്കമില്ലായ്മയുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ പ്രാർത്ഥന, ഒരൽപ്പം ജലം ദൈവത്തിന് സമർപ്പിക്കുന്നതായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉറങ്ങുക. തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ടിരിക്കുക. അതുപോലെ തന്നെ ഏറ്റവും വലിയ ശക്തി ഈ ആഴ്ചയിൽ അടുത്തുള്ളവരുടെ അടുക്കൽ ഇരിക്കുക എന്നതാണ്. ഒറ്റയ്ക്ക് ദുഃഖിക്കരുത്. നമ്മളോടൊപ്പം എല്ലാവരും ഉണ്ട് എന്ന ഒരു ചിന്ത വേണം. ചന്ദ്രദർശനം നടത്തുക. ഓം ചന്ദ്രായ നമഃ എന്ന ജപം ചൊല്ലുക. അതൊക്കെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കുമൊക്കെ കാരണമാകും. ഏഴാമത്തെ നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഈ ആഴ്ചയിൽ ശത്രുദോഷം ശക്തമാകാൻ സാധ്യതയുണ്ട്. ആരോടും അനാവശ്യ തർക്കം ഒഴിവാക്കുക. സഹപ്രവർത്തകരോടും ബന്ധുക്കളോടും മൃദുവായ ഭാഷ ഉപയോഗിക്കുക. ശത്രുക്കൾക്ക് ഒരു ഇടം ഇല്ലാതാക്കുക. നിങ്ങളുടെ ഭക്തി തന്നെ ഏറ്റവും ശക്തമായ കവചം. ശിവക്ഷേത്ര ദർശനം നടത്തുക. ശനി ഞായർ ദിവസം ശങ്കരാഭരണ ഭജനം നടത്തുക. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. അവിട്ട നക്ഷത്ര ജാതകർ യാത്ര, ഡ്രൈവിംഗ് ഈ ആഴ്ചയിൽ ജാഗ്രത ആവശ്യമുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ദൂരയാത്ര ചെയ്യരുത്. ദ്രുതഗതി ഓവർടേക്കിംഗ് ഒഴിവാക്കുക. അല്പം ഒതുങ്ങിയിരിക്കുക. ഒരു നഷ്ടവും നമുക്ക് സംഭവിക്കില്ല. ഭൈരവ ക്ഷേത്ര ദർശനം നടത്തുക. ഭൈരവ ക്ഷേത്ര ദർശനം നടത്തി ഓം ഭൈരവായ നമഃ എന്ന മന്ത്രമൊക്കെ ചൊല്ലുക. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ആഴ്ചയിൽ ഭഗവാനെ ഓർക്കണം. ക്ഷമ കൈവിടരുത്. കൂടെയുള്ളവരുടെ അടുക്കലിരിക്കുക. ഈ 8 നക്ഷത്ര ജാതകരും ഇത് ഓർക്കണം. ഈ ഒരാഴ്ച ഒരു ചെക്ക് പോസ്റ്റാണ്, ഒരു ദോഷകാലമല്ല. ഈ ചെക്ക് പോസ്റ്റ് കടന്നാൽ വിഷുവിൻ്റെ സകല ഐശ്വര്യവും നിങ്ങൾക്കുള്ളതാണ്. കൂടെയില്ലാത്ത ദൈവമില്ല എന്നതാണ് വിശ്വാസം. ഒടുങ്ങാത്ത ദോഷവും ഇല്ല. ശിവകൃപ കൂടെയുണ്ടെങ്കിൽ
ഒന്നും ഭയക്കേണ്ടതായ ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. ഓം നമ ശിവായ, ഓം നമോ നാരായണ, ഓ ശ്രീം ലക്ഷ്മിയെ നമഃ. ഈ വിഷു നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാക്കട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഐശ്വര്യവും ആരോഗ്യവും സന്തോഷവും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.